ജീവിതം തീർന്നു, അവർ ഇനി പുറത്തേക്കില്ല. കഴിഞ്ഞ മെയ് 27-ന് CMRL കോഴക്കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കണ്ണൂരിലെയും തിരുവനന്തപുരത്തെയും വീട്ടിലടക്കം റെയ്ഡ് നടന്നിരുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഏതാണ്ട് 300ഓളം പേരാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ തടഞ്ഞത്. ആ തടഞ്ഞത് മാത്രമല്ല, അവരെ ആക്രമിക്കുകയും ചെയ്തു. അവർ സഞ്ചരിച്ചിരുന്ന കാർ അടിച്ചു തകർത്തു. അങ്ങനെ 25 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. കേസെടുക്കുക മാത്രമല്ല, അവരിപ്പോൾ അന്നു മുതൽ ജയിലിൽ കഴിയുകയാണ്. ഇപ്പോൾ ഇന്ന് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഈ ഒരു കേസിലെ 3 പ്രതികൾ, 6-ാം പ്രതി കിരൺ, 8-ാം പ്രതി ഷഫീഖ്, 17-ാം പ്രതി വൈശാഖ്, ഈ 3 പേർ കോടതിയെ സമീപിച്ചുകൊണ്ട് തങ്ങൾക്ക് ജാമ്യം തരണം എന്ന് അപേക്ഷിച്ചു. പക്ഷേ കോടതി ആ ജാമ്യാപേക്ഷ മറ്റുള്ളവരെ പോലെ തന്നെ തള്ളിയിരിക്കുകയാണ്. ബാക്കി വരുന്ന ഈ പ്രതികളെപ്പോലെ തന്നെ ഇവരെയും, ഈ 3 പേരുടെയും ജാമ്യാപേക്ഷ ഇന്ന് കോടതി തള്ളി. എന്ത് കഷ്ടമാണെന്ന് ഓർക്കുക. വീണ വിജയനു വേണ്ടി SFIയിലോ DYFIയിലോ CPMലോ അംഗമല്ലാത്ത, പാർട്ടിയുമായി പുലബന്ധം പോലും പുലർത്താത്ത ഒരു സ്ത്രീക്ക് വേണ്ടി ഈ പാവപ്പെട്ട 10-25 ചെറുപ്പക്കാരും ഈ ജയിലിൽ കിടക്കുകയാണ്. എത്ര നാളായി അവർ കിടക്കാൻ തുടങ്ങിയിട്ട്? അവർക്ക് മേൽ ഉന്നയിച്ചിരിക്കുന്ന ഗുരുതര കുറ്റമാണ്. ED ആക്രമിച്ചത് രാജ്യദ്രോഹ കുറ്റമെന്ന നിലയിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇനി എന്ന് പുറത്തിറങ്ങും എന്നതിനെ സംബന്ധിച്ച് യാതൊരു വ്യക്തതയുമില്ല. ഇന്നും 3 പേരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടുകൂടി നമുക്ക് ഒരു കാര്യം ഉറപ്പാക്കാം. കാരണം അടുത്തിടെ എങ്ങും തന്നെ ഇവർ പുറത്തിറങ്ങാനുള്ള യാതൊരു സാധ്യതയുമില്ല. പോലീസ് പറയുന്നത് ഉടൻ തന്നെ ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കും, അതിനുശേഷം വിചാരണ ആരംഭിക്കും. ഒരു പക്ഷേ ഇവരെ വിചാരണ തീരുന്നത് വരെ വിചാരണ തടവുകാരായി ഇട്ട് കഴിഞ്ഞാൽ എത്ര നാൾ കിടക്കും ജയിലിൽ എന്നുള്ളതാണ് പ്രശ്നം. വിചാരണ തടവുകാരായി ഇവർക്ക് 10-25 പേർക്ക് ഈ ജയിലിൽ കഴിയേണ്ടി വരിക എന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക. ഇതിൽ ബഹുഭൂരിപക്ഷം പേരും സാധാരണക്കാരാണ്. അവർ പാർട്ടിയുടെ ആഹ്വാനമനുസരിച്ച് പിണറായി വിജയനെ ആക്രമിക്കുന്നു എന്ന പേരിൽ ഓടിക്കൂടിയവരാണ്. അവരാണിപ്പോൾ ഈ ഗത്യന്തരമില്ലാതെ, ഒരു രക്ഷയുമില്ലാതെ, പുറത്തിറങ്ങാൻ ഒരു മാർഗവുമില്ലാതെ, നിയമത്തിൻ്റെ ഒരു പഴുതുപോലും അവർക്ക് മുന്നിൽ തുറക്കാതെ ജയിലിൽ ഇത്രയും നാളായിട്ട് മെയ് 27 മുതൽ ഇന്ന് ജൂൺ 19-ാം തീയതിയാണ്. ഇത്രയും നാൾ അവരവിടെ കിടക്കുകയാണ്. അവരുമായി പോലീസ് തെളിവെടുപ്പ് പൂർത്തീകരിച്ചു, എല്ലാ തരത്തിലുള്ള നടപടികളും പൂർത്തീകരിച്ചു. അതിനിടയിലാണ് ഈ 3 പ്രതികൾ ഇന്ന് ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. മുൻപുള്ളവർക്ക് എങ്ങനെയാണോ, ഏതെല്ലാം കാരണങ്ങൾ പറഞ്ഞാണോ കോടതി ജാമ്യം നിഷേധിച്ചത്, അതേ കാര്യങ്ങൾ തന്നെ, അതേ വകുപ്പുകൾ തന്നെ, അതേ നിയമങ്ങൾ തന്നെയാണ് ഈ 3 പേർക്കും ജാമ്യം നിഷേധിക്കാൻ കോടതി ഇന്ന് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഇത്രയും പേർ, 25 പേർ ഇപ്പോഴും പുറം ലോകം കാണാതെ ജയിലറയ്ക്കുള്ളിൽ കിടക്കുകയാണ്. വീണ വിജയന് വേണ്ടി, പിണറായി വിജയന് വേണ്ടിയായിരുന്നുവെങ്കിൽ നമുക്ക് ന്യായീകരിക്കാമായിരുന്നു. അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അദ്ദേഹം 26 വർഷം പാർട്ടിയെയും ഭരണത്തെയും നയിച്ച ആളാണ്. കേരള ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം കൊണ്ടുവന്ന ആളാണ്. അങ്ങനെ പല വിധത്തിൽ വേണമെങ്കിലും പിണറായി വിജയന് വേണ്ടി പ്രതിരോധം തീർത്ത ഇവരെ പാർട്ടിക്ക് ന്യായീകരിക്കാമായിരുന്നു. ഇപ്പോൾ പാർട്ടി പോലും ന്യായീകരിക്കുന്നില്ല. മാത്രമല്ല, ഇന്ന് പോലും വീണ വിജയനെ തെളിവെടുപ്പിനായി HDFC ബാങ്കിൽ കൊണ്ടുവന്നപ്പോൾ ഒരൊറ്റ പാർട്ടിക്കാരൻ പോലും പ്രതികരിച്ചില്ല. മാത്രമല്ല, വീണ വിജയനെ ബുധനാഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിയിലെ സോണൽ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോഴും ഒരൊറ്റ സഖാവ് പോലും പ്രതിഷേധവുമായി രംഗത്ത് വന്നില്ല. അതേ അവസ്ഥ തന്നെയായിരുന്നു ഈ വിഷയത്തിലും. വീണ വിജയനെതിരായിട്ടായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം, പിണറായി വിജയനെതിരെ ആയിരുന്നില്ല. പക്ഷേ നേതാക്കൾ ഈ പാവപ്പെട്ട അണികളെ പിണറായി വിജയന് എതിരായിട്ടുള്ള ED നീക്കം എന്ന നിലയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവിടേക്ക് കൊണ്ടുവരികയും അവരെ ഈ ഒരു മഹാനരകത്തിലേക്ക്, ഒരുപക്ഷെ ജീവിതാന്ത്യം വരെ അവരെ വേട്ടയാടാവുന്ന കേസുകളിലേക്ക് കുരുക്കിയിട്ടിരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അന്ന് ED ആക്രമിക്കുമ്പോൾ അവിടെ CPMന്റെ നേതാക്കളുണ്ടായിരുന്നു. അവരാരും തന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല. മുൻ മന്ത്രി V ശിവൻകുട്ടി അവിടെ ഉണ്ടായിരുന്നു.
മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു, MLA ആയിട്ടുള്ള വി ജോയി അവിടെ ഉണ്ടായിരുന്നു, CPM-ന്റെ തിരുവനന്തപുരത്തെ സമുന്നത നേതാവായിട്ടുള്ള ആനാവൂർ നാഗപ്പൻ ഉണ്ടായിരുന്നു, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉണ്ടായിരുന്നു, മുൻ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ ഉണ്ടായിരുന്നു, മുൻ MLA ആയിട്ടുള്ള VK പ്രശാന്ത് ഉണ്ടായിരുന്നു. ഇവരൊക്കെ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അവരെ ഒന്നും അറസ്റ്റ് ചെയ്യുന്നില്ല, അവരെ ഒന്നും ജയിലിൽ അടയ്ക്കുന്നില്ല. അവരൊക്കെ ഇങ്ങനെ എല്ലാ വഴുതുകളും ഉപയോഗിച്ചുകൊണ്ട്, എല്ലാ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് ഈ കേസിൽ പെടാതെ മാറി നിൽക്കുകയാണ്. അവരാണ് അണികളെ കൂട്ടി ഈ ഒരു അക്രമത്തിന് നേതൃത്വം നൽകിയത്. അവരെ ഇതുവരെയും നിയമം തൊട്ടിട്ട് പോലുമില്ല. അവർക്കെതിരെ ഒരു കേസ് പോലും എടുത്തിട്ടില്ല. അവരെ ഒരാളെപ്പോലും ജയിലിലാക്കിയിട്ടില്ല. ജയിലിൽ കഴിയുന്നത് പാവപ്പെട്ട അന്നന്നത്തെ ആഹാരത്തിന് വക കണ്ടെത്തുന്ന ചെറുപ്പക്കാരും അതേപോലെ തന്നെ CPM പ്രവർത്തകരുമാണ്. DYFI പ്രവർത്തകരും SFI പ്രവർത്തകരും CPM പ്രവർത്തകരുമാണ്. അതിൽ SFIയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിട്ടുള്ള വിജയ് അടക്കമുള്ളവരുണ്ട്. അങ്ങനെ എത്രയോ പേരാണ്, ഈ 25 പേരിൽ എത്രയോ പേരുടെ കുടുംബമാണ്, 25 പേരുടെ കുടുംബമാണ് തകർന്നു പോകുന്നത്. അവിടെ നാഥനില്ലാതായി പോകുന്നത് ഈ ജയിലിൽ കിടക്കുന്ന ആൾ. അയാൾക്ക് വേണ്ടി കുടുംബം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്. എന്ന് പുറത്തിറങ്ങും എന്നുള്ള ചോദ്യവുമായി അവരുടെ പ്രിയപ്പെട്ട ബന്ധുക്കൾ വീട്ടിൽ കാത്തിരിക്കുന്നു. പക്ഷേ ഒരു കാരണവശാലും അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. കാരണം രാജ്യദ്രോഹം അടക്കമുള്ള അതീവ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് അവർക്കെതിരെ ചേർത്തിരിക്കുന്നത്. ഇവിടെ 2 FIR ആണ് ഇട്ടിട്ടുള്ളത്. ഒന്ന് EDയെ ആക്രമിച്ച കേസിലെ FIR, 2 പോലീസിനെ ആക്രമിച്ചു എന്ന് പറയുന്ന FIR. ഇതിലെ EDയെ ആക്രമിച്ചു എന്ന് പറയുന്ന ആ കുറ്റത്തിനാണ് ഇവർ ജയിലിൽ കിടക്കുന്നത്. അതിന് കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ കാറടിച്ച് തകർക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ കോടതിയുടെ മുന്നിൽ തെളിവായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, കോടതി സ്വീകരിക്കുക തെളിവുകൾ മാത്രമാണ്, ആരോപണങ്ങളല്ല. തെളിവുകളാണ് കോടതിക്ക് പ്രാമുഖ്യം. കോടതി ആ തെളിവുകൾക്ക് മാത്രമാണ് പ്രാധാന്യം നൽകുന്നത്. അങ്ങനെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പാവപ്പെട്ട 25 പേരെ വീണ വിജയന് വേണ്ടി ജയിലിലിട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ CPM നേതൃത്വം ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. ഒരു കാരണവശാലും പിന്നീട് വീണയെ ന്യായീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് AK ബാലൻ അടക്കമുള്ളവർ, ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർ, NN കൃഷ്ണദാസ് അടക്കമുള്ളവർ, KK ശൈലജ അടക്കമുള്ളവർ രംഗത്ത് വന്നു. പക്ഷേ അതിനു മുൻപ് നിങ്ങൾ എന്തുകൊണ്ട് ഈ നിലപാട് അന്ന് മെയ് 27-ാം തീയതി സ്വീകരിച്ചില്ല? വീണയ്ക്ക് വേണ്ടി ആരും തന്നെ ഇനി ഞങ്ങൾ ഇറങ്ങുന്നില്ല, വീണയുടെ കാര്യം നോക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ, മെയ് 27-ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും കുടുംബങ്ങൾ അനാഥമാകില്ലായിരുന്നു. ഈ 25 ചെറുപ്പക്കാർ, 25 CPM പ്രവർത്തകർ, ഈ പറയുന്ന DYFI പ്രവർത്തകർ, SFIക്കാർ, ഇവരൊന്നും തന്നെ ഈ ജയിലറിക്കുള്ളിൽ കാരാഗ്രഹത്തിൽ കിടക്കില്ലായിരുന്നു. ഇവരിനി എന്നു പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ വിചാരണ ആരംഭിക്കാൻ പോകുന്നു, കുറ്റപത്രം പോലീസ് സമർപ്പിക്കാൻ പോകുന്നു. കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ ആരംഭിക്കുമ്പോൾ വിചാരണ തടവുകാരായി ഇവരെ കോടതി വീണ്ടും വിധിച്ചാൽ അവർക്ക് ഒരു കാരണവശാലും ഒരു പക്ഷേ തിരിച്ചു വരാൻ കഴിയില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവരെ കുറ്റക്കാരാണെന്ന് കണ്ടാൽ അവരെ ശിക്ഷിച്ചാൽ അവർക്ക് എന്തെല്ലാമായിരിക്കും ജയിൽ അനുഭവിക്കേണ്ടി വരിക. ഒരുപക്ഷെ ആയുഷ്കാലം മുഴുവൻ അവർക്ക് ജയിലിൽ കിടക്കേണ്ടി വരും. അത്തരത്തിലാണ് ഈ കേസിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ മെറിറ്റ് ഇരിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.